നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഊട്ടി പുഷ്പമേള മെയ് 18 മുതൽ, സെൻസസ് 2027 ജൂൺ 16 മുതൽ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താം. വഴങ്ങില്ല, ആഭ്യന്തരവും വിജിലൻസും വേണമെന്ന് ചെന്നിത്തല. +1 പ്രവേശനത്തിനായി 25 മുതൽ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം. നിലമ്പൂർ പാലക്കാട് പാസഞ്ചറിന് നേരെ കല്ലേറ്, 2.5 വയസ്സുകാരൻ രക്ഷപ്പെട്ടത് തലനാരിയേക്ക്. ഡാൻസ് ഫെസ്റ്റിവൽ സംഘാടക സമിതിയായി. ബംഗാളിൽ വിചിത്ര നീക്കം, 15 വർഷത്തിനിടെ നൽകിയ 1.69 കോടി ജാതി സർട്ടിഫിക്കറ്റുകൾ പുനഃപരിശോധിക്കുന്നു. ഡൽഹിയിൽ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് തുടക്കം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. സെൻസസ് 2027 ജൂൺ 16 മുതൽ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താം. സെൻസസ് 2027ന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ഓൺലൈനിൽ സ്വയം രേഖപ്പെടുത്താനുള്ള സൗകര്യം ജൂൺ 16 മുതൽ ജൂൺ 30 വരെയാണ് ഇതിന് സമയം അനുവദിച്ചിരിക്കുന്നത്. സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തുന്നതിന് മുൻപ് വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാനുള്ള സംവിധാനമാണ് സെൽഫ് എന്യൂമറേഷൻ. ഏകദേശം 15-20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. പോർട്ടൽ സന്ദർശിച്ച് സംസ്ഥാനം തിരഞ്ഞെടുക്കണം. കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യുക. ഒരു മൊബൈൽ നമ്പർ ഒരു കുടുംബത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് OTP വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കാം. ഒരിക്കൽ തിരഞ്ഞെടുത്ത ഭാഷ പിന്നീട് മാറ്റാൻ കഴിയില്ല. പോർട്ടലിലെ മാപ്പിൽ വീടിന്റെ കൃത്യമായ സ്ഥാനം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച ശേഷം ഫൈനൽ സബ്മിറ്റ് നൽകുക. വിവരങ്ങൾ വിജയകരമായി നൽകി കഴിഞ്ഞാൽ H എന്ന് തുടങ്ങുന്ന 11 അക്ക സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. +1 പ്രവേശനത്തിനായി 25 മുതൽ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം. +1 പ്രവേശനത്തിനായി 25 മുതൽ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം. ഹയർ സെക്കൻഡറി നിലവിൽ 3,61,44 സീറ്റുണ്ട്. VHSE സ്കൂളുകളിൽ 33 സീറ്റുണ്ട്. കൂടാതെ SSLC പാസ്സായവർക്ക് ഉപരിപഠനത്തിനായി പോളിടെക്നിക്കുകളിലും ITIകളിലുമായി 30,545 സീറ്റുണ്ട്. ഇത്തവണ SSLC പരീക്ഷ പാസ്സായവരുടെ സർട്ടിഫിക്കറ്റുകൾ ജൂൺ ആദ്യവാരം മുതൽ ഡിജിറ്റൽ ലോക്കറിൽ ലഭ്യമാകും. പുനർമൂല്യനിർണ്ണയം ഇന്നു മുതൽ അപേക്ഷിക്കാം. SSLC പാസ്സായവർക്ക് പുനർമൂല്യനിർണ്ണയത്തിന് ശനിയാഴ്ച മുതൽ 21 വരെ അപേക്ഷിക്കാം. സൂക്ഷ്മ പരിശോധനയ്ക്കും ഫോട്ടോ കോപ്പിക്കുമായി ഒക്കെ ഈ കാലയളവിൽ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. സേ പരീക്ഷ SSLCയിൽ പരാജയപ്പെട്ടവർക്കുള്ള സേ പരീക്ഷ ജൂൺ ആദ്യവാരം നടക്കും. പരമാവധി 3 വിഷയങ്ങൾക്കാണ് സേ പരീക്ഷ. ഡാൻസ് ഫെസ്റ്റിവൽ സംഘാടക സമിതിയായി. APJ അബ്ദുൽ കലാം ലൈബ്രറിയും ഹാപ്പിനെസ് ഫൗണ്ടേഷനും വിവിധ സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഡാൻസ് ഫെസ്റ്റിവലിന്റെ സംഘാടക സമിതിയായി. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന മത്സരത്തിന്റെ ആദ്യ മത്സരം മെയ് 30-31 തീയതികളിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം ചിലമ്പൊലി കലാവിദ്യാലയം ഡയറക്ടർ രവി നമ്പ്രം ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് K ജയരാജൻ അധ്യക്ഷനായി. PK ബൈജു വിശദീകരണം നടത്തി. ആർട്ടിസ്റ്റ് ശശികല, ജനു ഐച്ചാങ്കാണ്ടി, പ്രൊഫസർ P രാമചന്ദ്രൻ, A പങ്കജാക്ഷൻ, EK സിറാജ്, MS ആനന്ദ്, EK ശോഭനാദേവി, VK അഷിയാന അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികൾ അഡ്വക്കേറ്റ് ലിക്ഷ ദീപക് ചെയർപേഴ്സൺ, M ബാലൻ, പ്രൊഫസർ P രാമചന്ദ്രൻ, രവി നമ്പ്രം, AB ശോഭനാദേവി വൈസ് ചെയർമാൻ, PK ബൈജു കൺവീനർ, ജനു ഐച്ചാങ്കാണ്ടി കോർഡിനേറ്റർ, A പങ്കജാക്ഷൻ, EK സിറാജ്, KB തമ്പാൻ, VK അഷിയാന അഷ്റഫ്, C മാധവൻ ജോയിന്റ് സെക്രട്ടറി. വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. നൃത്ത മത്സരത്തിൽ 10, 15, 16, 25 മുകളിൽ പ്രായം എന്നീ ക്ലസ്റ്ററുകളിലാണ് മത്സരം. സിംഗിൾ ഇനത്തിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം, നാടോടി നൃത്തം, കുച്ചിപ്പുടി, സിനിമാറ്റിക് ഡാൻസ് എന്നിവയിൽ മത്സരമുണ്ടാകും. ഗ്രൂപ്പ് ഇനത്തിൽ സംഘനൃത്തം 7 പേർ, തിരുവാതിര 10 പേർ, ഒപ്പന 10 പേർ, നാടോടി നൃത്തം 7 പേർ, കൈകൊട്ടിക്കളി 10-16 പേർ, സിനിമാറ്റിക് ഡാൻസ് 10-15 എന്നിവയിൽ മത്സരമുണ്ടാകും. 2 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങൾ വിവിധ വിഭാഗങ്ങളിൽ നൽകും. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9447372316 എന്നീ നമ്പറുകളിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപേക്ഷ
കണ്ണൂർ കാൽടെക്സ് വലിയവളപ്പുകാവ് റോഡിലുള്ള ഓഫീസിൽ സ്വീകരിക്കും. ഡാൻസ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി മികച്ച ഡാൻസ് സ്കൂൾ, മികച്ച ഡാൻസ് അധ്യാപകർ എന്നിവർക്ക് പുരസ്കാരം നൽകും. വിശദമായി തയ്യാറാക്കിയ അപേക്ഷ മെയ് 20-നകം ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. 10,000 രൂപയും പ്രശസ്തി പത്രവും മൊമെന്റവുമാണ് പുരസ്കാരം. വഴങ്ങില്ല, ആഭ്യന്തരവും വിജിലൻസും വേണമെന്ന് ചെന്നിത്തല. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും തള്ളിമാറ്റപ്പെട്ടതിന് പിന്നാലെ നേതൃത്വവുമായി അകന്ന മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല കടുത്ത നിബന്ധനകൾ വെച്ചതായി സൂചന. ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകൾ തരുമെങ്കിൽ മാത്രമേ മന്ത്രിസഭയിലേക്കുള്ളൂ എന്നാണ് ചെന്നിത്തലയുടെ നിലപാട്. മറ്റേതെങ്കിലും വകുപ്പ് വാങ്ങി മന്ത്രി കസേരയിൽ ഇരിക്കുന്നതിലും ഭേദം പുറത്തു നിൽക്കലാണെന്ന് ചെന്നിത്തല പക്ഷത്തിന് താൽപര്യം. മുഖ്യമന്ത്രിയാകേണ്ടിയിരുന്ന ആൾക്ക് ആഭ്യന്തര വകുപ്പിൽ കുറഞ്ഞ സ്ഥാനം നൽകുന്നത് അപമാനിക്കലാണെന്ന് ചെന്നിത്തല പക്ഷം വാദിക്കുന്നു. എന്നാൽ മുഖ്യമന്ത്രി പദവിക്കൊപ്പം ആഭ്യന്തരവും കൈപ്പിടിക്കലാണെന്നാണ് VD സതീശൻ ശ്രമിക്കുന്നത്. ചെന്നിത്തല വഴങ്ങിയെങ്കിൽ ആഭ്യന്തരം നൽകി ധനവകുപ്പും കൈവശപ്പെടുത്താൻ സതീശന് നീക്കമുണ്ട്. തന്നെ പിന്തുണയ്ക്കുന്ന അൻവർ സാദത്തിനെയും IC ബാലകൃഷ്ണനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന നിബന്ധനയും ചെന്നിത്തല മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി കസേരയ്ക്കു വേണ്ടിയുള്ള പോരിൽ പിന്തള്ളപ്പെട്ടുപോയ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രധാന വകുപ്പുകളിൽ പിടിമുറുക്കിയിട്ടുണ്ട്. 5 മുതൽ 7 വരെ മന്ത്രിസ്ഥാനം വരെ നേടാനാണ് വേണുഗോപാൽ പക്ഷം ശ്രമിക്കുന്നത്. ചെന്നിത്തലയും വേണുഗോപാലും തമ്മിൽ ശനിയാഴ്ച നിർണായക കൂടിക്കാഴ്ച നടത്തി. മന്ത്രിസഭയിൽ ചെന്നിത്തലയ്ക്ക് നിർണായക വകുപ്പ് ലഭിക്കുന്നതിനും വേണുഗോപാൽ വിഭാഗക്കാരായ MLA-മാർക്ക് മന്ത്രിസ്ഥാനം ഉറപ്പാക്കുന്നതിനും ഇരു നേതാക്കളും തമ്മിൽ ധാരണയായെന്നാണ് സൂചന. ONV സാഹിത്യ പുരസ്കാരം M. മുകുന്ദന്. 2026 ONV സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ M. മുകുന്ദന് 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് ONV കൾച്ചറൽ അക്കാദമി വർഷം തോറും നൽകി വരുന്ന സാഹിത്യ പുരസ്കാരം. ഡോക്ടർ M. ലീലാവതി, പ്രഭാവർമ്മ, ആലംകോട്, ലീലാകൃഷ്ണൻ എന്നിവരുൾപ്പെടുന്ന കമ്മിറ്റിയാണ് M. മുകുന്ദനെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. മലയാള കഥ, നോവൽ സാഹിത്യരംഗത്ത് ഭാവുകപരമായ മാറ്റം സൃഷ്ടിച്ച സാഹിത്യകാരനാണ് M. മുകുന്ദൻ. മഴയിൽപ്പുഴയുടെ കഥാകാരനായി മലയാള മനസ്സിൽ അടയാളപ്പെടുത്തപ്പെട്ട M. മുകുന്ദൻ മലയാളത്തിന്റെ അതിലുപരി രാജ്യത്തിന്റെ തന്നെ അതിപ്രമുഖ എഴുത്തുകാരുടെ നിരയിൽ സ്ഥാനം നേടിയെന്നും ജൂറി വിലയിരുത്തി. നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ ട്രെയിനിനു നേരെ വീണ്ടും കല്ലേറ്. ആക്രമണത്തിൽ 2 വയസ്സുള്ള കുഞ്ഞു തലനാരികയ്ക്കാണ് രക്ഷപ്പെട്ടത്. ശനിയാഴ്ച വൈകുന്നേരം 4:30-യോടെയാണ് സംഭവം. 4:20 നിലമ്പൂരിൽ നിന്നും സർവീസ് ആരംഭിച്ച ട്രെയിന് നേരെ നിലമ്പൂരിനും വാണിയമ്പലം സ്റ്റേഷനും ഇടയിൽ വെച്ചാണ് കല്ലെറിഞ്ഞത്. 2ാം തവണയാണ് ഇതേ സ്ഥലത്ത് കല്ലേറുണ്ടാകുന്നത്. ഭിന്നശേഷി കോച്ചിനടുത്ത 2nd ക്ലാസ് കോച്ചിലേക്കാണ് കല്ല് വന്ന് പതിച്ചത്. കോച്ചിൽ യാത്ര ചെയ്യുകയായിരുന്ന നിലമ്പൂർ സ്വദേശികളായ കുടുംബവും 2 വയസ്സുകാരൻ കുഞ്ഞും തലനാരികയ്ക്കിടെയാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. കുഞ്ഞിന്റെ അടുത്ത് വന്നാണ് കല്ലു പതിച്ചത്. സംഭവത്തിൽ റെയിൽവേ പാലക്കാട് ഡിവിഷൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാജ്യതലസ്ഥാനത്ത് പരിസ്ഥിതി സൗഹൃദ ഗതാഗതത്തിന് പുതിയ തുടക്കം കുറിച്ച് ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചു. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനാണ് സെൻട്രൽ വിസ്ത മേഖലയിൽ ഈ പരീക്ഷണ സർവീസ് തുടക്കമിട്ടത്. ആഗോള തലത്തിൽ ഇന്ധനവില വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. മെയ് 15-നാണ് സെൻട്രൽ സെക്രട്ടേറിയറ്റ് സേവാസ് തീർത്ത മെട്രോ സ്റ്റേഷനുകൾക്കിടയിൽ സർവീസ് ആരംഭിച്ചത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നൽകിയ ടാറ്റ മോട്ടോഴ്സ് നിർമ്മിച്ച ബസ് മലിനീകരണം പൂർണ്ണമായും ഒഴിവാക്കുന്നു. ഫോസിൽ ഇന്ധനങ്ങൾക്ക് മികച്ച ബദലാണെങ്കിലും ഉയർന്ന അടിസ്ഥാന സൗകര്യ ചെലവും ഇന്ധന ലഭ്യതയിലെ കുറവും കാരണം നിലവിൽ CNG ബസ്സുകളെ പൂർണ്ണമായും മാറ്റിസ്ഥാപിക്കാൻ ഹൈഡ്രജൻ ബസ്സുകൾക്ക് കഴിയില്ല. എങ്കിലും ഭാവിയിലെ ഹരിത പൊതുഗതാഗതത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് ഈ പുതിയ പരീക്ഷണം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ DMRCക്ക് കൈമാറിയ ബസ് ടാറ്റ മോട്ടോഴ്സിന്റെ ഉൽപ്പന്നമാണ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ നിലവിൽ സർവീസ് നടത്തുന്ന ഹൈഡ്രജൻ ബസ്. ഹൈഡ്രജൻ പവേർഡ് PMO ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. ഇതിനാവശ്യമായ ഊർജം നൽകാനായി 350 ബാർ ഹൈഡ്രജൻ സംഭരണ ശേഷിയുള്ള സിസ്റ്റം 70 കിലോവാട്ട് ശേഷിയുള്ള ഫ്യൂവൽ സെൽ സ്റ്റാക്കും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇലക്ട്രോണിക് ബ്രേക്കിംഗ് സിസ്റ്റം, സെലിബ്രിറ്റി കൺട്രോൾ, ഇന്റലിജന്റ് റെസ്പോൺസ് സിസ്റ്റം, കാര്യക്ഷമമായ അറ്റകുറ്റപ്പണികൾക്കായുള്ള പുതിയ തലമുറ ടെലിമെറിറ്റി എന്നിവയാണ് ബസിന്റെ മറ്റ് സവിശേഷതകൾ. 12 മീറ്റർ നീളമുള്ള ബസ്സിൽ ഒരേ സമയം 35
കാർക്ക് ഇരിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. വായനക്കളരി APJ അബ്ദുൽ കലാം ലൈബ്രറിയുടെ നേതൃത്വത്തിലുള്ള വായനക്കളി റിട്ടയർഡ് പ്രൊഫസർ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് K ജയരാജൻ അധ്യക്ഷനായി. ജനു ഐച്ചാങ്കേടി ക്രാഫ്റ്റ് നിർമ്മാണത്തിൽ ക്ലാസ് എടുത്തു. PK ബൈജു, EK സിറാജ്, സജിത് കോട്ടയിൽ, E രഞ്ജിത്ത്, C ബിജിന എന്നിവർ സംസാരിച്ചു. പ്രശസ്ത ഊട്ടി പുഷ്പമേളയുടെ 128ാം പതിപ്പിന് മെയ് 18 തുടക്കമാവും. ഇത്തവണ വിനോദസഞ്ചാരികളുടെ വൻ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ വർഷവും വേനൽ അവധിക്കാലത്ത് 10 ദിവസമാണ് മേള. ഊട്ടി ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ തിങ്കളാഴ്ച ആരംഭിക്കുന്ന പ്രദർശനം മെയ് 28 വരെ തുടരും. ലക്ഷക്കണക്കിന് വൈവിധ്യമാർന്ന പൂക്കളുടെ മേള സുഗന്ധവും വർണ്ണവുമായി സന്ദർശകർക്ക് വിരുന്നൊരുക്കും. പുഷ്പോത്സവത്തിനായി ആയിരക്കണക്കിന് പുഷ്പങ്ങൾ ഇതിനകം വിരിഞ്ഞു കഴിഞ്ഞു. പ്രദർശനത്തിനായി പുഷ്പ ക്രമീകരണങ്ങളും ഒരുക്കുന്നതിനായി നീലഗിരി ജില്ലാ കളക്ടർ ലക്ഷ്മി ഭവ്യ തനരു പറഞ്ഞു. ഊട്ടി റോസ് ഷോയും ഇതിനകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. റോസ് ഷോ മെയ് 18 വരെ നീണ്ടു നിൽക്കും. സംസ്ഥാനത്ത് മിൽമ പാൽ വില വർദ്ധിപ്പിക്കുന്നു. പുതുക്കിയ നിരക്ക് മെയ് 21 മുതൽ. സംസ്ഥാനത്ത് മിൽമ പാൽ വില വർധന ഉടൻ പ്രാബല്യത്തിൽ വരും. ഈ മാസം 21 മുതൽ പുതുക്കിയ വില നിലവിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ. പാലിന് ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിക്കാനാണ് നിലവിലെ തീരുമാനം. വരും ദിവസങ്ങളിൽ ചേരുന്ന മിൽമ ഡയറക്ടർ ബോർഡ് യോഗം ഈ വില വർധവിന് ഔദ്യോഗികമായി അംഗീകാരം നൽകും. ഏറെ നാളത്തെ ചർച്ചകളും പഠനങ്ങൾക്കും ശേഷമാണ് മിൽമ പാൽ വില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത്. നേരത്തെ സർക്കുലർ റെസൊല്യൂഷൻ വഴി വിലവർധന പാസാക്കാൻ മാനേജ്മെന്റ് ശ്രമിച്ചെങ്കിലും തടസ്സപ്പെട്ടു. 18 അംഗങ്ങളുള്ള ഡയറക്ടർ ബോർഡിലെ 8 പേർ മാത്രമാണ് സർക്കുലറിൽ ഒപ്പിട്ടത്. ഭൂരിപക്ഷം അംഗങ്ങളും ഇതിൽ നിന്നും വിട്ടുനിൽക്കുകയും കൃത്യമായ ബോർഡ് യോഗം വിളിച്ചോ ചേർത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്ത് വിലവർധനയ്ക്ക് അംഗീകാരം നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. വില വർദ്ധിപ്പിക്കുന്നതിലൂടെ ലഭിക്കുന്ന അധിക തുക സിംഹഭാഗവും ക്ഷീര കർഷകർക്ക് തന്നെ ലഭിക്കുമെന്നതാണ് ഈ തീരുമാനത്തിന്റെ പ്രധാന സവിശേഷത. പുതുക്കിയ വർധന പ്രകാരമുള്ള തുകയുടെ 83% വിഹിതം കർഷകരിലേക്ക് നേരിട്ടെത്തും. ബാക്കി തുകയിൽ 6% വീതം ക്ഷീര സഹകരണ സൊസൈറ്റികൾക്കും ഡീലർമാർക്കും നൽകും. 2.5% മിൽമയ്ക്കും 0.75% കർഷക ക്ഷേമനിധിയിലേക്ക് മാറ്റിവെക്കും. അവശേഷിക്കുന്ന 5% തുക പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയക്കായി വിനിയോഗിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് പാൽ വില വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച നടപടികളിലേക്ക് മിൽമ കടന്നത്. ഇതിനായി നിയോഗിച്ച 3 അംഗ പഠന സമിതി സമർപ്പിച്ച വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ ഈ വർധനവ്. പുതിയ മാറ്റത്തോട് മിൽമ പാലിന്റെ ലിറ്ററിന് ശരാശരി വില 56 രൂപയെ ഉയരും. പാലിന് വില കൂടുന്നതോടെ മിൽമ വിപണിയിലെത്തിയിരിക്കുന്ന തൈര്, നെയ്യ്, പേട അടക്കമുള്ള മറ്റ് അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും ആനുപാതികമായി വില. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.